ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനെന്താ ഒരു 5-5:15 തന്നെ അന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ, ബർത്ത്ഡേയുടെ അന്ന്. അപ്പോൾ കാലത്ത് എണീറ്റപ്പോൾ നോക്കിയപ്പോഴാണ് ഇതൊക്കെ ഡെക്കറേഷൻ തലേ ദിവസം രാത്രി 11 മണിക്ക് ശേഷം ഒന്നുകൂടി പിള്ളേരൊക്കെ വന്ന് സുഖുവിൻ്റെ ഫ്രണ്ട്സും അവരൊക്കെ വന്നിട്ടാണ് ഇതൊക്കെ സെറ്റാക്കിയത്. അപ്പോൾ അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരു സൈഡിൽ ആണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാനൊക്കെ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പം മേധയുടെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണീൻ്റെ ശരിക്കുള്ള പേര് മേധ എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പം അടുത്തെടുത്ത ഫോട്ടോസാണ്, ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് ബലൂൺ വെച്ചിട്ട് അവിടെ ഇവിടെ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എണീറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ രുദ്രു എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നേരം വെളുത്ത് പരിപാടികൾ തുടങ്ങി. ചിക്കൻ കൊണ്ടുവന്ന് കഴുകലും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ പാർട്സ് ഞാനിത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാർട്സ് നമ്മൾ ഇന്ന് വെക്കണില്ല, ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ അടുത്ത് സെറ്റാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാതെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്മെല്ലടിച്ചിട്ട് നമ്മളൊരു വഴിക്കാവും. അപ്പോൾ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അവൻ്റെ കയ്യിൻ്റെ മുകളിലത്തെ ചുവപ്പ് കളർ കണ്ടിട്ട് ആരും പേടിക്കേണ്ട, ചോരൊന്നുമല്ല കേട്ടോ. നമ്മളുടെ കേക്ക് ഞാൻ കാലത്ത് എണീറ്റ് ഡെക്കറേഷൻ ചെയ്തു. ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. കാരണം എനിക്കത് പെട്ടെന്ന് തീർക്കാനുള്ളൊരു ഇതായിരുന്നു. കാരണം ഞാൻ അതിലൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്കത് സെറ്റ് ചെയ്യാനുള്ളൊരു ടൈം വേണ്ട വിചാരിച്ചിട്ട് ഞാൻ എണീറ്റ പാടെ അതാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ കളറാണത്, കേക്കിന് കൊടുത്ത കളറാണത് കയ്യുമ്മേ കാണുന്നത്. അപ്പോൾ ആ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ, ചിക്കൻ പൊരിച്ചിട്ട് ബിരിയാണി വെക്കുകയാണ്. അപ്പോഴേക്ക് വീഡിയോ എടുത്തത് നമ്മളുടെ പാറുട്ടിയാണ് കേട്ടോ. ഞാൻ ഓരോ പണിയിലിരുന്നപ്പോൾ അവളെ ഇടയ്ക്ക് വന്നിട്ട് ഫോൺ എടുത്ത് വീഡിയോസ് എടുത്തു തന്നാണ്. അപ്പോൾ നമ്മളിവിടെ മോമാലിക്ക് നമ്മൾ കുറേ മുന്നത്തെ വീഡിയോസിലൊക്കെ കാണാം, നമ്മളെ മോമാലിക്ക് തന്നെയാണ് ഇവിടെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ വെക്കാറ്. എന്ത് പരിപാടിക്ക് ആളെ തന്നെയാണ് വെച്ച് തരാറ്. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഇന്ന് ആൾക്കൊരു ഹെൽപ്പറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആളായിട്ട് നല്ല കമ്പനി ആയിട്ടാണ്. അപ്പോൾ ഇവർ ആദ്യം ഫസ്റ്റ് തന്നെ ചിക്കൻ വറുത്ത് സെറ്റാക്കണമല്ലോ, അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുക. ചിക്കൻ മസാല തേക്കലും വറുക്കലും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അച്ഛനും ഏട്ടനും എല്ലാവരും ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ആയിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ തിച്ചൂരത്ത് അമ്മായി വന്നിട്ട്, കുറേ കാലമായി അമ്മായി വന്നിട്ട്. അപ്പോൾ അമ്മായി വരുന്ന സമയത്തൊക്കെ ഞാനവിടെ പാർട്സിൻ്റെ മുകളിലാണ് കേട്ടോ. പാർട്സ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അത് കുറച്ച് പണിയുണ്ടല്ലോ ക്ലീൻ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇരുന്ന് പോയി ഞാൻ. അപ്പോൾ അതാ അമ്മായി വന്ന ഡ്രസ്സ് മാറ്റി മാക്സിയൊക്കെ എടുത്തിട്ടു. ആളും ഞങ്ങളെ കൂടെ പണിയെടുക്കാനൊക്കെ കൂടി. അപ്പോൾ അവിടെ അതാ പിള്ളേർ രണ്ടെണ്ണം എണീറ്റിട്ടില്ല, രണ്ടാൾ നല്ല ഉറക്കമാണ്. എണീറ്റിട്ടില്ല എന്നല്ല, എണീറ്റ് കളിയൊക്കെ കഴിഞ്ഞ് രണ്ടാമത് ഉറങ്ങുകയാണ് കേട്ടോ അവർ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഉറങ്ങിക്കോട്ടെ, കാരണം എന്താ വെച്ചാൽ കുറച്ചും കൂടെ കഴിഞ്ഞാൽ പിന്നെ പരിപാടി തുടങ്ങി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം എന്തായാലും ഉച്ചയ്ക്കൊന്നും കിടന്ന് ഉറക്കമുണ്ടാവില്ല. അപ്പോൾ അവർ കിടന്നുറങ്ങിക്കോട്ടെ വെച്ചു. അപ്പോൾ ഇതാണ് നമ്മളുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ, ഡോൾ കേക്കിൻ്റെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ നായും പൂച്ചയും കൂടിയിട്ട് സ്റ്റെണ്ട് കൂടെ നിന്നപ്പോൾ പാറുട്ടി വന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പുറത്ത് നിന്നിട്ട് പാർട്സിൻ്റെ മുകളിൽ തന്നെയുണ്ട്, പാർട്സിൻ്റെ അവിടെ നിന്ന് എണീറ്റിട്ടില്ല, കാരണം അത്യാവശ്യം ഉണ്ടായിരുന്നു. 50-60 കിലോ ഇറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മൊത്തം പാർട്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരാൾ പല്ലയ്ക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളെ ഇനി ഒന്ന് ക്ലീനാക്കി എനിക്കും ഒന്ന് കുളിച്ച് സെറ്റാവണം കേട്ടോ. അപ്പോൾ നമ്മളത് രുദ്രുവിനൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഞാനും വേഗം കുളിച്ച് റെഡി ആയിട്ടുണ്ട്. കാരണം ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വിനുതയുടെ മാമൻ്റെ വീട്ടിൽ നിന്നൊക്കെ അവർ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് റെഡിയാവാൻ വിചാരിച്ചു. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് പരിപാടികളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മളുടെ പിള്ളേർക്ക് രുദ്രുവിനൊക്കെ ചായ കൊടുക്കാണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനെന്താ ചുരിദാർ എടുത്തിട്ടു കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോയിൽ കാണിക്കാൻ മറന്നു. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി. അതുപോലെ സാധാരണ ഞാൻ മാക്സിനിട്ട് ഇടാറ്. അപ്പോൾ പിന്നെ വിചാരിച്ച് വേണ്ട, എന്താ പറയുക, ചുരിദാർ എടുത്തിടാൻ വിചാരിച്ചു. അപ്പോൾ മാക്സി ഇട്ടൊരു തള്ള വൈബാണ്. അപ്പോൾ ആ ഒരു ഇത് വേണ്ട വിചാരിച്ചിട്ട് ഞാൻ ചുരിദാർ ഇട്ടിട്ടാ. ഞാൻ ചുരിദാറൊക്കെ ഇട്ട് നടക്കുക കണ്ടപ്പോഴാണ് വിനുതൊക്കെ പിന്നെ ഡ്രസ്സ് മാറ്റാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അവളും ഈ പറഞ്ഞ പോലെ കുളി കഴിഞ്ഞ പാട് മാക്സിനെ എടുത്തിട്ടത്. അപ്പോൾ പെണ്ണിനെ അവിടെ ഒരുക്കുന്നുണ്ട്, സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഡ്രസ്സ് അടിപൊളിയായിരുന്നു കേട്ടോ. ഇവരുടെ മൊത്തം ഡ്രസ്സ് കോഡ് അടിപൊളിയായിരുന്നു. ഒരു എന്താ പറയുക, കാണിച്ചു തരാം ഡ്രസ്സ്. അപ്പോൾ അതിൽ കുഞ്ഞിപ്പെണ്ണിൻ്റെയാണ് നല്ല അടിപൊളിയായത് കേട്ടോ. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാനായി തുടങ്ങിയിട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ കേക്കും കാര്യങ്ങളും പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ, 2 കേക്ക്. അപ്പോൾ ഇത് തട്ട് കേക്കും പിന്നെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റും. അപ്പോൾ നമ്മൾ സുന്ദരിപ്പേൻ്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. നമ്മൾ ഫോട്ടോസ് ഞാൻ ഏറ്റവും ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അവളുടെ ഒരു കുഞ്ഞു ടോപ്പും മിഡിയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മുടെ കേക്കൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്.
പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ്, പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളുടെ ഡോൾ കേക്കും. അപ്പോൾ മിഠായിയും കാര്യങ്ങളൊക്കെ നമ്മളവിടെ സെറ്റാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഡോൾ കേക്ക് എടുക്കാൻ പോയതാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ മെയിൻ കേക്ക് എന്ന് പറയുന്നത്, ബർത്ത്ഡേയുടെ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കേക്ക്. ഇവിടേക്ക് വെളിച്ചം കുറവായ കാരണം തന്നെ വീഡിയോയിൽ വെളിച്ചക്കുറവിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയാൻ വന്നത്, നമ്മളുടെ കേക്ക് എത്തിയിട്ടാ. എനിക്ക് തോന്നുന്നു അവരുടെ ഡ്രസ്സിന് ഒന്നും കൂടി മാച്ചായി വന്നത് നമ്മൾ ഡോൾ കേക്കാണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഡോൾ കേക്കല്ല പ്ലാൻ ചെയ്തത്, ഞാനൊരു ബട്ടർഫ്ലൈയുടെ കേക്കായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ അവസാനം വെച്ചിട്ട് അത് ഡോൾ കേക്കുമ്മലാണ് അവസാനിച്ചത്. അപ്പോൾ ഇവരുടെ ബർത്ത്ഡേയുടെ ഫോട്ടോസ് ഞാൻ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. നമ്മളെ ക്യാമറാമാൻ ഉണ്ടായിരുന്നു, അപ്പോൾ അവരെടുത്ത ഫോട്ടോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഏറ്റവും ലാസ്റ്റിൽ കൊടുക്കാം. അപ്പോൾ അതാ നമ്മളെ കുഞ്ഞിപ്പെണ്ണ് കേക്ക് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എല്ലാ കേക്കും ഒന്ന് കട്ട് ചെയ്തു. അപ്പോൾ അവരുടെ ഡ്രസ്സ് ഇഷ്ടമായി, നല്ല രസമില്ലേ, നല്ലൊരു കളറായിരുന്നു. ലൈറ്റ് റോസാണോ, ലൈറ്റ് റോസ് എന്നും പറയാം, ലാവൻഡർ കളറും രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതാ ഡെക്കറേഷൻ ഐറ്റംസിൻ്റെ സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ രുദ്രയുടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ചുള്ളനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് വീഡിയോ എടുത്തത് നമ്മളുടെ പാറുട്ടിയല്ല ശ്രേയാണ്, പാറുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. ശ്രേയ ചേച്ചിയാണ് വീഡിയോ എടുത്ത് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രുദ്രവിനൊന്നും എടുത്തിട്ടില്ലേ തോന്നുന്നു, അപ്പോൾ അവനവിടെ ഉണ്ട്. അപ്പം ഞാൻ കേക്ക് കട്ട് ചെയ്യുന്നതാണ് അവൾ മെയിനായിട്ട് എടുത്തുള്ളത് തോന്നുന്നുണ്ട്. അപ്പോൾ അതായിട്ട് നമ്മളെ സുന്ദരി പെണ്ണ് കേക്കൊക്കെ തിന്നിട്ട് അതാ മീശൊക്കെ വെച്ച് നിൽക്കുന്നത്. പിന്നെ നമ്മളെ പൊന്നാനിത്തെ അമ്മ വന്നിട്ടുണ്ട്, അമ്മ അതവിടെ നിൽക്കുന്നത്. അമ്മയും രുദ്രും അതിൻ്റെ ഇടയിലൊന്ന് അംഗനവാടി വരെ പോയിട്ടുണ്ടായി. നമ്മൾ അംഗനവാടി പിള്ളേർക്ക് ഇത് നമ്മളെ ഇട ദിവസമായിരുന്നു കേട്ടോ, സൺഡേ അല്ല, ഒരു ബുധനാഴ്ച ആയിട്ടായിരുന്നു പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അംഗനവാടി പിള്ളേർക്ക് നമ്മൾ ചോറ് ബിരിയാണി ആയ അങ്ങോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർമാരുടെ അടുത്ത്. അപ്പോൾ അത് കൊണ്ടുകൊടുക്കാൻ വേണ്ടി ഞാൻ പോയപ്പം എൻ്റെ കൂടെ അമ്മയും രുദ്രും കൂടി വന്ന് അവർ പിന്നെ അവിടെ നിന്ന് കുറേ നേരം വർത്താനം പറഞ്ഞ് കേക്ക് കട്ടണ സമയത്താട്ടോ വന്നത്. അപ്പം അവനും ഏട്ടനും കൂടിയിട്ട് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കില്ലേ, നമ്മളാ റോസ് തട്ട് കേക്ക്, അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല ക്രീം ഉണ്ടായിരുന്നു, കട്ടിക്കായിരുന്നു അതിലത്തെ ക്രീം. അതിലത്തെ ഓരോ പീസ് എടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല കട്ടിക്കായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്ക് മുറിച്ചെടുക്കാൻ എളുപ്പമായ കാരണം ആദ്യം ഞങ്ങൾ ഈ കേക്കാണ് കേട്ടോ മുറിച്ചത്, അതിന് ശേഷം പിന്നെ തട്ട് കേക്ക് മുറിച്ചത്. അപ്പോൾ അത് പിന്നെ സുന്ദരിപ്പെണ്ണിന് ഗിഫ്റ്റ് ഓരോരുത്തർ അവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഞങ്ങളിവിടെ കേക്ക് കട്ട് ചെയ്ത് കൊടുക്കണ തിരക്കിലായിരുന്നു കേട്ടോ. ഒരു 11:30-12 മണി വരെ നമ്മൾ ആരെയും കാണാതെ സത്യം പറഞ്ഞൊന്ന് ടെൻഷൻ അടിച്ചു കേട്ടോ. എന്താരും വരാത്തത്, ഇട ദിവസമായ കാരണം ഇനി ആരും വരില്ലേ എന്നൊക്കെ വിചാരിച്ച് പേടിച്ചു. 12 മണിയോട് കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ വരാൻ തുടങ്ങിയത്. പിന്നെ ഒരു തിക്കും തിരക്കായിരുന്നു കേട്ടോ. സാധാരണ 12 മണിക്ക് നമ്മൾ കേക്ക് കട്ട് ചെയ്യാറ്, പക്ഷേ ഇപ്രാവശ്യം നമ്മൾ 12:30-12:45 കുഞ്ഞിപ്പെണ്ണ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ആരെയും കാണാതെ നമ്മളിനി ആരെയും വരുന്നുണ്ടോന്നും അറിയില്ല, നമ്മൾ വിളിച്ചവരെ ആരെയും കാണുന്നില്ല, അവർ വന്നിട്ടല്ലേ കട്ട് ചെയ്യുക എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് 12:45. പിന്നെ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാനും ഒക്കെ തുടങ്ങി. ഇതൊക്കെ നമ്മളുടെ പിള്ളേർ തന്നെയാണ് കേട്ടോ, ഏട്ടന്മാരുടെ അനിയൻ്റെ ഒക്കെ പിള്ളേരാണ്. അപ്പോൾ പിള്ളേർക്കാണ് ഞാൻ ആദ്യം കൊടുത്തിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വലിയവർക്കും. പിന്നെ ഞാൻ ഈ ചുരിദാറിട്ടിട്ടത് നമ്മളെ മെയിൻ ഡ്രസ് കോഡ് എപ്പോഴും ഇടണത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് ഉണ്ടാവില്ല, ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ടാണെങ്കിൽ പിന്നെ അതന്നെ പോലെ എപ്പോഴും. അപ്പോൾ അതുപോലെയൊക്കെ ഇഷ്ടമുള്ളൊരു ചുരിദാറാണ് കേട്ടത്. പിന്നെ നമ്മളുടെ പാറുട്ടിയും ദേവുട്ടിയും മറ്റേ ഗിൽറ്റ് മിറർ വർക്കുള്ളത് അവരെല്ലാവരും ഡ്രസ് കോഡായിട്ടാണ്. ശ്രേയ, ഉണ്ണിമോള്, മണിക്കുട്ടി ഇവരൊക്കെ ഡ്രസ് കോഡായിട്ട് ആ ഒരു ഡ്രസ്സായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനതൊന്നും പിള്ളേരൊന്നും കാണിക്കാൻ വിട്ടുപോയി വീഡിയോയിൽ. അപ്പോൾ അവരൊക്കെ അവിടെ നടക്കുന്നുണ്ട്, അവരുടെ കുറച്ച് കലാപരിപാടികളൊക്കെ കുറച്ച് കഴിഞ്ഞുണ്ട്. അപ്പോൾ അതിൽ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ കേക്കിൽ നല്ല ക്രീം നല്ല കട്ടിക്കുണ്ടായിരുന്നു. പക്ഷേ ഉള്ളിൽ ആ സ്പോഞ്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. പക്ഷേ ക്രീം ഇങ്ങനെ വല്ലാണ്ടുള്ള കാരണം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി കഴിക്കുമ്പോൾ. പക്ഷേ ഉള്ളിലെ ആ ഒരു സ്പോഞ്ചും ഇതൊക്കെ നല്ല രസമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളവിടെ അടുത്തുള്ള ചേച്ചിമാരും ഒക്കെയാണ് കേട്ടോ, നമ്മളെ അയൽവാസികളാണ്. പിന്നെ അപ്പോൾ അവരോട് ഓരോ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാനിത് കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്കും വലിയവർക്കും കൊടുത്തു, ഇനിയും ആ ഭാഗത്തൊക്കെ എത്താനുണ്ട്. അപ്പോൾ ഈ ചുവപ്പ് ഡ്രസ്സ് ഇട്ട് നമ്മളൊരു നാത്തൂനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രുദ്രനും ഷർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ, ഞാൻ പിന്നീട് എപ്പോഴും അവൻ ഇട്ട് കൊടുക്കുമ്പോൾ കാണിച്ചു തരുന്നുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമായതാണ് കേട്ടോ.
കാരണം നല്ലൊരു വയലറ്റ് കളർ ഷർട്ടായിരുന്നു. അപ്പം ഇനി എപ്പോഴെങ്കിലും അവ ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഷർട്ട്. പിന്നെ അതൊക്കെ സുഖൂൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. പിന്നെ നമ്മൾ സുന്ദരിക്ക് ഇതാ ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കണത് ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. കാരണം ഞാനല്ല വീഡിയോ എടുക്കണത്, ഞാനത് തണ്ടലിന് കയ്യും കൊടുത്തിട്ട് കേക്കായിട്ട് നടക്കണം. അപ്പോൾ പിള്ളേരാണെങ്കിൽ വീഡിയോ എടുത്ത് തന്നിട്ടുള്ളത്. ശ്രേയയാണ് വീഡിയോ മെയിനായിട്ട് ആ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം 1 മണിയായി തുടങ്ങിയിട്ട് അപ്പോൾ നമ്മളിനി ഫുഡ് കൊടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ പിള്ളേർ സെറ്റിന് ഫസ്റ്റ് ടൈമിലാണ് ഇരുത്താൻ വേണ്ടിയിട്ട് വേഗം മേശയും കസാരയൊക്കെ റെഡിയാക്കാണ് കേട്ടോ. കാരണം പിള്ളേർക്ക് വിശന്ന് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അവരെന്നെ ആദ്യം ഇരുത്താൻ വിചാരിച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണേ. അപ്പോൾ പിള്ളേർ സെറ്റിൻ്റെ പരിപാടികളാണ് കേട്ടോ. അവർ പാട്ട് പാടുകയാണ്. എന്താണ് മറ്റേ ആ ടോവിനോടെ സിനിമയിലത്തെ അങ്ങ് കോണില്ല ആ പാട്ടാട്ട പാടുന്നത്. പക്ഷെ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാനിങ്ങനെ ആരോടൊക്കെ വർത്താനം പറയേണ്ടത്, കാരണം എനിക്ക് ആ പാട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. ഇതിൽ ഇതിൻ്റെ സൗണ്ടാണ് മെയിനായിട്ട് കേൾക്കണം. അത് കാരണം ഞാൻ ആ ഒരു ഇത് ഇടാത്തത് കേട്ടോ. അപ്പോൾ പിള്ളേർ അവിടെ നിന്ന് പാട്ട് പാണ്ട് ഇവർ ഇതിനൊക്കെ വേണ്ടിയിട്ട് തലേ ദിവസമാണ് കേട്ടോ പ്രാക്ടീസ് ചെയ്തൊക്കെ. ഇതൊറ്റ നേരം കൊണ്ട് ഉണ്ടായ ഒരു സംഭവമാണ്. പിന്നെ എന്തൊരു ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവർ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഒരേപോലെ. ഇതിലിപ്പം ആ മുന്തിരിക്കാളിട്ടിട്ട് ആടണില്ലേ, ആളാണ് ശരിക്കും ഇങ്ങോട്ട് ലയിച്ച് ഇതിൽ പാടണം. ബാക്കിയുള്ളവരൊക്കെ പാറ നിൽക്കണില്ല, അടിക്കാൻ നിൽക്കണ പോലെയൊക്കെ പാറ നിൽക്കണത്. അപ്പോൾ എന്തായാലും അവരൊരു സന്തോഷം. അപ്പം അതിൻ്റെ ഇടയിൽ എനിക്കൊരു കോള് വന്നു കൊറിയറിന്ന്. നമ്മൾ പിള്ളേർക്ക് കുറച്ച് ഡ്രസ്സ് വീട്ടിലിടാൻ വേണ്ടിയിട്ടൊക്കെയുള്ള കുറച്ച് ഡ്രസ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അന്നത്തെ ദിവസം തന്നെ വന്നു. അപ്പോൾ അത് പോയി വാങ്ങി. ഏതാണെന്ന് പൊട്ടിച്ച് വെക്കാനും നിന്നില്ല. അപ്പോൾ അതാ ഫുഡ് എല്ലാവരും കഴിക്കണ തിരക്കിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതാ നമ്മളെ ബീനേച്ചി, ചക്കര എല്ലാവരും ഉണ്ട്. ചക്കരയുടെ മോളുണ്ടായിരുന്നു, ഞാൻ വീഡിയോയിൽ എടുക്കാൻ മറന്നു. ഞാൻ അവളെ കണ്ടപ്പോൾ അവളെന്നെ എടുത്ത് നടക്കിയിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ ദേവുട്ടി മൊത്തത്തിൽ സൈലൻ്റ് ആയിരുന്നു കേട്ടോ. ആള് എന്താണെന്നറിയില്ല. പിന്നെ അതാ നമ്മളുടെ പാറുവിൻ്റെ ദേവിൻ്റെയും ട്യൂഷൻ ടീച്ചറുണ്ട്. പിന്നെ നമ്മളുടെ സുഖുവിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ദാ ചക്കരയുടെ മോൾ ഇതാ, ഞാൻ വിചാരിച്ച വീഡിയോയിൽ പെട്ടിട്ടില്ലയെന്ന്. ഇതാണ്ട് നമ്മളെ ചക്കരയുടെ സുന്ദരി പെണ്ണ്. അപ്പോൾ ചക്കര ഉണയിക്കണ കാരണം അവളെ ഞങ്ങളവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ അതാ പിള്ളേർ ഞാൻ ഡ്രസ്സ് എടുത്തപ്പോൾ ഡ്രസ്സ് കൊടുന്നിട്ടപ്പോൾ അവർക്ക് അതെന്താണെന്ന് അറിയാനായിട്ട് തുറന്നു നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും പോലെ വേറെ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്, ഷോർട്ട് എങ്ങാനും ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉടുപ്പും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാവരും കഴിച്ചതിൻ്റെ ശേഷം ഞാനും വിനിതയും പിന്നെ എൻ്റെ അമ്മ, വിനിതയുടെ അമ്മ എല്ലാവരും കൂടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നല്ല അടിപൊളി ദമ്മായിട്ടുള്ള ചോറായിരുന്നു. ഞാൻ ഏറ്റവും അടിയിൽ നിന്ന് മസാല കൂടിയിട്ടുള്ള ചോറാട്ടോ കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ വീഡിയോ അങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോഴേ കഴിക്കാൻ തോന്നുന്നു. അന്ന് സത്യം പറഞ്ഞാൽ കഴിച്ച് മതിയായി എന്ന് പറയാം. പിറ്റേ ദിവസത്തിനടക്കം ഉണ്ടായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം കാലത്തൊന്നും വലിയ കുഴപ്പം തോന്നിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വലിച്ചു തുടങ്ങിയിട്ടാണ്. പിന്നെ നമ്മൾ കളഞ്ഞു. ഒരു 2 ആൾക്കുള്ളതെങ്ങാനും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കളഞ്ഞു. പിന്നെ ഇതാ ഞാനിതാ മസാല, നല്ല മസാല ഉള്ള ചോറാട്ടം എടുത്തത്. അത് കാരണം പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ കഴിക്കാനാണ് കൂടുതലിഷ്ടം. റൈസ് ഇങ്ങനെ നല്ലോണം മസാലയിൽ മുങ്ങി കിടക്കണത്. അപ്പോൾ അത് അവിടെ അപ്പുറത്ത് നമ്മളുടെ ഒരു ഏട്ടനും എടുത്തിയമ്മയും അവരുടെ 2ാമത്തെ മോളുമാണ്. മൂത്തത് ആൺകുട്ടിയാട്ടോ. അവൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ ചോറുണ്ടതിന് ഇങ്ങനെ അവർ കളിപ്പിക്കും. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഓൾ വന്ന് വീഡിയോ ഒക്കെ ഇട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്, ഞങ്ങളിവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പോയി നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി. ഈ ഒരു ഡ്രസ്സിൽ കുഞ്ഞോനിട്ട് കൊടുത്തുള്ള ഇത് നമ്മൾ മീഷോയിൽ നിന്ന് വന്നിട്ടുള്ള ഡ്രസ്സിൽ തുറന്നാട്ടാണ്. അപ്പോൾ അവനക്കൊരു 3 എണ്ണത്തിൻ്റെ പാക്കും പിന്നെ ദേവുട്ടിക്കും പാർട്ടിക്കൊക്കെയാണ്. അപ്പോൾ അതാ വല്യച്ഛനും ഏട്ടന്മാരും എല്ലാവരും കൂടി ഉമർത്തിയിരുന്ന് വർത്താനം പറയുന്നുണ്ട്. അപ്പോൾ അതാ സുഖുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ മുറ്റൊക്കെ കിടക്കണില്ലേ, ഇതൊക്കെ വൃത്തിയാക്കാനുള്ള കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചോറൊക്കെ വെച്ച ആ ഒരു ഭാഗത്ത് നമ്മൾ വിറകിറക്കിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് ഉടുപ്പിട്ട് നമ്മൾ വാങ്ങിയതിലത്തെ ഒരു ഉടുപ്പാണിത്. പാറുട്ടിക്ക് ഇത് ഇറക്കം കുറവാണ്. അപ്പോൾ അന്നത്തെ ഒരു ദിവസം ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇത് ദേവുവിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ചൂലൊക്കെ ഇട്ട് അടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാകെ ഗിൽറ്റും പേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മുറ്റടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മളുടെ കേക്ക് ബാക്കിയുള്ളത് പീസാക്കി വെക്കാൻ വിചാരിച്ചു. ഇത് അങ്ങനെ ഇരിക്കുമ്പോൾ ഫ്രിഡ്ജിൽ സ്ഥലമില്ല, അപ്പോൾ അതൊന്ന് പീസാക്കി വെക്കുകയാണ് കേട്ടോ.
പിന്നെ എൻ്റെ അമ്മ വന്ന അമ്മയും പോയി, അമ്മയ്ക്കും പിന്നെ അതുപോലെ വന്ന കുറച്ച് ആൾക്കാർക്കൊക്കെ ചോറ് കൊടുത്തേച്ചു കേട്ടോ. കുറച്ച് ചോറ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, സൺഡേ അല്ല വെച്ചത്, ഇട ദിവസമായ കാരണം തന്നെ ആൾക്കാർ കുറവായിരുന്നു. കാരണം ജോലിക്ക് പോണവർ പോവും, പിന്നെ സ്കൂളിൽ പോണ കുട്ടികളുണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ കുറവായിരുന്നു. അപ്പം അത് കാരണം ഫുഡും കുറച്ച് ബാക്കി വന്നു. അപ്പം അത് എല്ലാവർക്കും നമ്മൾ ഫാമിലിയിലുള്ള എല്ലാവരും പോകുമ്പോൾ അവർക്കൊക്കെ കൊടുത്തേച്ചു കേട്ടോ. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് സെറ്റാക്കി വൈകുന്നേരം അപ്പോൾ ഞാൻ മേലൊക്കെ കഴുകി. ഇനിയിപ്പോൾ നമുക്ക് ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാം. ഏട്ടനൊക്കെ അത് ഇന്നലത്തെ ഉറക്കം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾ ഇന്നലത്തെ ഉറക്കും അതുപോലെ ഇന്ന് കാലത്ത് നേരത്തെ ഉണ്ട് ചിക്കനൊക്കെ എടുക്കാൻ പോയ കാരണം ഉറക്കം ഒരുപാട് പെൻഡിങ്ങുള്ള കാരണം ആളൊന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ, ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ആൾ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ടൈം ആകുമ്പോഴത്തേനും ഇവിടുത്തെ പിള്ളേരൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൂടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പിള്ളേർ സെറ്റിന് ഒരു 8 മണിയായപ്പോൾ തന്നെ വേഗം ചോറ് കൊടുത്തു. ചോറ് കൊടുത്തത് അവർക്ക് അവരുടെ വീട്ടിലേക്കൊക്കെ പോകണ്ടേ. അപ്പോൾ അത് അവർ വേഗം ഊണ് കഴിക്കും. അപ്പോൾ അവരെ കൂടെ തന്നെ പാർട്ടിയും വീട്ടുകാരൊക്കെ കമ്പനി അടിച്ചിട്ട് ഒരുമിച്ചിരുന്ന് കഴിച്ചു കേട്ടോ. അത് കുഞ്ഞിപ്പെണ്ണ് ഇങ്ങനെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. അല്ല പിറ്റേ ദിവസത്തെ കാഴ്ചയാണ് കേട്ടോ. അത് നമ്മളെ പന്തൽ പണിക്കാർ വന്നിട്ട് പന്തൽ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ പണിയോടെ അങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ കുഞ്ഞിപ്പെണ്ണിന് കിട്ടിയ കുറച്ച് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ്, ഡ്രസ്സുകളാണ് കേട്ടോ. പിന്നെ കുറച്ച് ബൊമ്മ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ്. അപ്പോൾ ഞാൻ എല്ലാ ഉടുപ്പും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളത് വേഗം ഒന്ന് പൊട്ടിച്ച് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അങ്ങനെ എടുത്ത് വയ്ക്കുക ചെയ്തത്. ഒരേപോലത്തെ 2 ഉടുപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞിപ്പെണ്ണിന് അത് ആ കറുത്ത ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി. അത് ആര് കൊടുക്കുന്നതായാലും അവൾക്ക് എന്തായാലും നല്ല ഇഷ്ടമായിട്ടുണ്ട്. അവൾക്ക് ഇട്ടപ്പോഴും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ. ഇത് ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം പറയണ പോലെ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി വന്നിട്ടുണ്ടായിരുന്നു. 10ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. പ്രത്യേകിച്ച് ആഘോഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. കാരണം കുഞ്ഞിപ്പെണ്ണിൻ്റെ പിറന്നാൾ കഴിഞ്ഞ ക്ഷീണം തന്നെ നമുക്ക് മാറിയിട്ടില്ല. പിന്നെ ഇപ്പം നമ്മൾ ആഘോഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറച്ചി ബിരിയാണി അതൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ അതൊക്കെ തന്നെ ഇരുന്നു ഇപ്പോൾ നമുക്ക് 1-2 ദിവസമായിട്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ കാലത്ത് ഞങ്ങൾ ഫാമിലിയായി വന്നൊന്ന് തൊഴുതു അമ്പലത്തിൽ വന്നിട്ട് നമ്മളെ അഖിലാണ് ശിവക്ഷേത്രത്തേക്ക് വന്നിട്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ പിറന്നാളും ഇതുപോലെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ഞങ്ങൾ അവിടെ വന്നൊന്ന് തൊഴും. അത് മുടക്കാറില്ല. തൊഴാൻ പറ്റുന്ന സമയമാണെങ്കിൽ തീർച്ചയായും വന്ന് തൊഴണ ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ കുറച്ച് ദിവസമായിട്ട് ഈ ഇറച്ചിയോടുള്ള കളികളായിരുന്ന കാരണം ഒരു സദ്യ കഴിക്കാനുള്ളൊരു പൂതി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളന്ന് സദ്യ ഉണ്ടാക്കി, ഒരു പായസമൊക്കെ വെച്ച് അടിപൊളി ഒരു സദ്യ ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ പിള്ളേർക്കൊക്കെ കൊടുത്തു, നമ്മളും കഴിച്ചു. കേക്കും ഒന്നും ഉണ്ടായിരുന്നു കാരണം ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. അവളുടെ പിറന്നാളുടെ കേക്ക് തന്നെ മുറിച്ചതിരിക്കുന്നുണ്ട്. കാരണം കേക്ക് പോലും ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ അതാ അവിയൽ ഇന്ന് ഞാനാട്ടോ ഉണ്ടാക്കിയത്. അവിയലും സാമ്പാറും അതുപോലെ ഉപ്പേരി അങ്ങനെയുള്ള ചെറിയൊരു സദ്യ കേട്ടോ. എല്ലാ വെച്ചാൽ കാളന് ഓൾ അങ്ങനെയൊന്നുമല്ല, ഇത് മാത്രം ഉപ്പേരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിട്ട്. അപ്പോൾ അതൊന്ന് കഴിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതാക്കി. പിന്നെ നല്ല അയില വറുത്തതുണ്ടായിരുന്നു. അതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ. സാമ്പാറും മീൻ വറുത്തൊക്കെ അടിപൊളിയല്ലേ. അപ്പോൾ നമ്മൾ പിള്ളേരൊക്കെ വിളിച്ച് എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കുഞ്ഞുമോനും ഒക്കെ ഇലട്ടിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പുതിയ കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ അമ്പലത്തിൽ പോയപ്പോൾ എടുത്തൊരു പിക്ക്. ഈ ഒരു സാരി ഇപ്പം അടുത്തായിട്ട് വാങ്ങി തന്നതാണ് കേട്ടോ. അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വെച്ചിട്ട് വാങ്ങിയതല്ല, പക്ഷേ ഇത് ഞാൻ ബ്ലൗസൊക്കെ തയ്ച്ചിട്ട് അന്നാണ് ഇട്ടിട്ടത്. ഈ ഷർട്ട് ഞാൻ ഏട്ടന് ആനിവേഴ്സറിക്കായിട്ട് വാങ്ങിക്കൊടുത്താണ് കേട്ടോ. ഏട്ടൻ്റെ പൈസ ആയിട്ട് ഏട്ടനെ ഷർട്ട് വാങ്ങി കൊടുക്കുക. ഇന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മളുടെ ബർത്ത്ഡേയുടെ ഫോട്ടോസാണ് കേട്ടത്. ക്യാമറമാൻ വന്നിട്ട് എടുത്ത ഫോട്ടോസാണ്. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.